ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഹെയർ ട്രീറ്റ്മെൻറ്റിനായിട്ട് പറവൂരുള്ള ലാബെല്ല ബ്യൂട്ടി കെയർ ആൻഡ് ബൊട്ടിക്കിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10 മാസത്തോളമായിട്ട് ഞാൻ മുൻപ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ലാബെല്ല തന്നെയാണ്. അപ്പോൾ വീണ്ടും ലാബെല്ല തന്നെ വരുന്നത് നല്ല കസ്റ്റമർ സർവീസ് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മുൻപ് എനിക്ക് ഹെയർ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും എൻ്റെ ഹെയർ എനിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ല. എങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ലാബെല്ലയിൽ ചേച്ചി നമുക്ക് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു അക്വേറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് മീനുകളൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്നു. അപ്പോൾ രണ്ടാമതും ഇത് ചേച്ചി പറഞ്ഞത് എനിക്ക് വീണ്ടും ബ്ലോ ഡ്രൈ ആണല്ലോ ആദ്യം ചെയ്തത്. അപ്പോൾ പിന്നീട് അത് ബ്ലോ ഡ്രൈയുടെ എഫക്റ്റൊക്കെ പോയതുകൊണ്ട് ഹെയർ സ്മൂത്തൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വേഗം തന്നെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഹെയർ വാഷ് ചെയ്തു. ഇനി ഹെയർ ഡ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മിതു ചേച്ചി എനിക്ക് കുറേ നാളുകൂടി കാണുന്നതുകൊണ്ട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു, നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഹെയർ ഡ്രൈ ചെയ്തു. അതിനുശേഷം നേരെ തന്നെ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് എല്ലാം ചെയ്തു തന്നെയാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ട്. അവൾ ലാബെല്ല തന്നെയാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കറക്റ്റായിട്ടുള്ള പാർലറിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചോദിക്കാൻ തന്നെ ഒരു ചമ്മലായിരിക്കും. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ്, നമ്മൾ ഫേസിനും കൂടി മാച്ച് ചെയ്യണ ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണമല്ലോ ഹെയർ. ഈ ഫേസ് നമുക്ക് രണ്ടും തമ്മിലൊരു മാച്ചിനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ബോറായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഫേസിനെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്ക് മിതു ചേച്ചി എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ അങ്ങനെ ആദ്യം ഞാൻ മുടി കുറച്ച് ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് കളറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈലൈറ്റർ ഇട്ട് കളർ ചെയ്തുകൊണ്ട് മുടി പിന്നീട് കുറച്ചൊരു റഫായ ഒരു ഇതായിരുന്നു. അപ്പോൾ രണ്ടാമത് അപ്പോൾ അത് പറഞ്ഞിരുന്നു മിതു ചേച്ചിനോട്, രണ്ടാമത് എൻ്റെ ഹെയർ ഒന്ന് കറക്റ്റായിട്ട് എനിക്ക് കയ്യിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് തരണമെന്ന്. അപ്പോൾ ആൾ കുഴപ്പമൊന്നുമില്ല, അതെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ തന്നെ മിതു ചേച്ചി രണ്ടാമതും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് തന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുടി ലാസ്റ്റ് സ്റ്റേജിൽ ആണ്. അതായത് അയൺ ചെയ്യാണ്. അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയുടെ ഏകദേശം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഫ്രിസി ആയിരുന്നു. എനിക്ക് പെട്ടെന്നൊരു നമ്മൾക്ക് തിരക്കിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മുടിയൊന്ന് ഈരാതെ, അല്ലെങ്കിൽ മുടിയൊന്ന് കുറേ നേരമെടുത്ത് ഈരി ഒക്കെ ഒതുക്കി വെച്ചിട്ടൊക്കെ വേണം എൻ്റെ മുടി എനിക്ക് മാനേജ് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുന്ന ഒരു തിരക്കുണ്ടാകുമ്പോഴത്തേക്കും മുടി ഈരൊന്നും വേണ്ട, നോർമൽ നമ്മൾ മുടി ഇങ്ങനെ തന്നെ കിടക്കും, ഒരു വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ആദ്യത്തെ ആ ഒരു ലുക്കിനേലും നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഹെയറിൽ. നമ്മൾ എപ്പോഴും നടക്കുമ്പോഴത്തേക്കും നല്ലൊരു വൃത്തിക്ക് നടക്കണമെന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് നമ്മൾ ഹെയർ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ആളുകൾ എന്തെങ്കിലും പറയുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേര് എന്നോട് പറഞ്ഞു പണ്ടത്തെ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു ചിലർക്ക് ഇഷ്ടമെന്ന്. പക്ഷേ എന്നാലും ഒരുപാട് പേര് പറഞ്ഞിട്ടോ രണ്ടാമതിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് നല്ല ഭംഗിയുണ്ട്, ഫേസിനും നന്നായിട്ട് മാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ രണ്ടാമത് ചെയ്തത് ഹെയർ സ്മൂത്തനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.